നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിനെ പറയുന്നതാണ് ബ്രഹ്മസരോവർ എന്നാണ് പറയുന്നത്. ഇവിടെ ബ്രഹ്മാവ് ഒരുപാട് കാലം തപസ്സിരുന്ന സ്ഥലമാണ്. वो ये तो नहीं बोलने लगे कि अभी जो तुम्हारा है तुम रखो पांडवों को और जो हमारा है हम रखेंगे, हम शांत हैं. कहीं उन्होंने कॉम्प्रोमाइज तो नहीं कर लिया? ഇവിടെ പറയുന്നത് ഇവിടെ സഞ്ജയന്റെ അടുത്ത് ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്, ഈ ധർമ്മഭൂമിയായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ അവിടെ തന്നെ ഉണ്ട് ധർമ്മഭൂമി, ധർമ്മം മാത്രം വിജയിക്കുന്ന സ്ഥലം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര. ആ ധർമ്മഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ എന്താ നടക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും അവർ ജ്യേഷ്ഠനിയന്മാർ മക്കളാണ് എങ്കിൽ സ്വന്തം മക്കളായിട്ട് കരുതാൻ പറ്റണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എൻ്റെ പുത്രർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ സെൽഫിഷ്നെസ് വന്നു ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോംപ്രമൈസിന് ഇട വെച്ചിട്ടില്ല എന്നർത്ഥം. വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരാൾ എൻ്റെ മക്കൾക്ക് ഉള്ള വ്യാവലാതി ആണ് കാണിക്കുന്നത്. അവിടെയാണ് ഈ യുദ്ധം തന്നെ അനിവാര്യമാണ് എന്നുള്ള ഒരു സൂചന കൂടിയിട്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട്. അത് ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ. तो कुरुक्षेत्र धाम जो है वो धाम केवल तब से नहीं है जब से यहाँ भगवत गीता कही गई थी, बल्कि उससे भी बहुत समय पहले से. इनफैक्ट ये एक रीजन था कि यहाँ पर वो युद्ध हो, क्योंकि ये जो धरती है वो बहुत पवित्र है, बहुत धर्म की है. ഈ കുരുക്ഷേത്ര യുദ്ധം നടന്നപ്പോൾ തുടങ്ങിയുള്ള അതിനൊക്കെ ഒരുപാട് കാലം മുന്നേ തുടങ്ങിയിട്ട് തന്നെ ഇതിന്റെ പവിത്രത ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. जैसे क्षेत्र का अर्थ होता है खेत, तो ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നാണ് ഉദ്ദേശിക്കുന്നത്. जैसे गन्ने का खेत, चावल का खेत, गेहूं का खेत, वैसे ही धर्म का खेत, जहाँ पर धर्म की खेती होती है. ആ ധർമ്മം വിജയിക്കുന്ന വിളഭൂമി എന്ന് പറയില്ലേ നമ്മള്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ ധർമ്മം വിജയിക്കുന്ന വിളഭൂമി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ധർമ്മം മാത്രമേ ഇവിടെ വിജയിക്കുകയുള്ളൂ. इसीलिए इसको धर्म क्षेत्र कुरुक्षेत्र कहा गया है. यहाँ के 3 जगहों पर, यहाँ की धूलि में, यहाँ के मिट्टी में, मतलब यहाँ के जल में और यहाँ की वायु में, तीनों में बहुत ज्यादा पवित्रता है. और शास्त्र बोलते हैं कि इनमें से किसी के संसर्ग में जब कोई व्यक्ति आ जाता है तो उसका आध्यात्मिक विकास होता है. ഇതിന്റെ ഈ ഭൂമിയുടെ ഈ സ്ഥലത്തിന്റെ പവിത്രത ഇവിടുത്തെ ജലത്തിലും വായുവിലും മണ്ണിലും ഇതിന്റെ പവിത്രതയുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ എങ്കിലും ഒരു വ്യക്തി ഇവിടെ വന്ന് ഇപ്പൊ ഒന്ന് കുളിച്ചു കഴിഞ്ഞു, നമ്മളിപ്പോ ബ്രഹ്മസരോവറിൽ കുളിച്ചു കഴിഞ്ഞു അല്ലേ, നമ്മളുടെ ഒരുപാട് പാപകർമ്മങ്ങൾ, നമ്മുടെ കഷ്ടതകളൊക്കെ മാറുമെന്നാണ് പറയണത്. അതുപോലെ ഈ ഭൂമിയിൽ വന്ന് ചവിട്ടി കഴിഞ്ഞാൽ, ഈ ഭൂമിയിലെ ശ്വാസം നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാലൊക്കെ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. तो ये पूरा कुरुक्षेत्र जो है ये पूरा 48 कोस में है. जैसे वृंदावन, कितने लोग वृंदावन गए हैं? सब लोग अच्छा, ट्रांसलेशन करें. ഈ 84 നമ്മളവിടെ ഗോകുലിൽ പോയില്ലേ, ഗൂഗിളിൽ പോയപ്പോ 84 കോഴ്സ് ഇത് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോ അതിന്റെ പറഞ്ഞിട്ടില്ല 84. तो ये कुरुक्षेत्र जो है वो 48 कोस में है, 48 कोस में. ഇവിടെ 48 ഇതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്, 48 ഭാഗമാണ്. तो इसमें ये जो 48 कोस है ये 5 जिलों में विभाजित है. ഈ 48 വിഭാഗം കൊണ്ടിട്ട് 5 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. इनमें जींद, पानीपत, कुछ हिस्सा कैथल, करनाल और कुरुक्षेत्र. ഇവിടെ ജീന്ദ്, പാനിപ്പത്ത്, കർണാൽ, കുരുക്ഷേത്ര और കാഥൽ, അങ്ങനെ 5 ജില്ലകളായിട്ടാണ് ഇത് വിഭജിച്ച് കിടക്കുന്നത് അല്ലെങ്കിൽ വിസ്തരിച്ച് കിടക്കുന്നത്. तो अब इतना बड़ा स्थान था ये. कहीं पर जो कौरव थे उनके कैंप्स थे, कहीं पर पांडवों के कैंप्स थे, कहीं पर उनके किचन था उनका, कहीं पर क्रीमेशन ग्राउंड था उनका, जहाँ पर सैनिक मर जाते थे उनको जलाते थे, और कहीं पर उनका अलग अलग युद्ध स्थान थे. जैसे दुर्योधन और भीम का जहाँ गदा युद्ध हुआ था,
वो स्थान यहाँ से 80 किलोमीटर दूर है। ഇവിടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഇവിടെ അവരുടെ ആയുധപ്പുരകളുള്ള സ്ഥലം ഉണ്ടാവും, മറ്റവരുടെ സൗകര്യങ്ങളുള്ള സ്ഥലം ഉണ്ടാവും, ഇവർക്കുള്ള കിച്ചൺ സൗകര്യം ഉണ്ടാവും, അവർക്കുള്ള കിച്ചൺ സൗകര്യം ഉണ്ടാവും, ഇതുപോലെ ശ്മശാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഭാഗിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ദുര്യോധനനും ഭീമനും കൂടിയിട്ട് ദ്വന്ദ്വയുദ്ധം നടന്ന ഒരു സ്ഥലം ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണെന്നാണ് പറഞ്ഞത്. अब हम जिस स्थान पर बैठे हैं इसको बोलते हैं ब्रह्म सरोवर। ब्रह्म सरोवर वो स्थान है जहाँ ब्रह्मा जी ने बहुत लंबे समय तक तपस्या किया था। ഈ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിനെ പറയുന്നതാണ് ബ്രഹ്മസരോവർ എന്നാണ് പറയുന്നത്. ഇവിടെ ബ്രഹ്മാവ് ഒരുപാട് കാലം തപസ്സിരുന്ന സ്ഥലമാണ്. और इसके सामने आप देख रहे हैं ये है देवी कूप। यहाँ पर द्रौपदी महारानी का कैंप था। ഈ നേരെ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലമാണ് वहाँ पे जाएंगे। ദേവി കൂപ്പ് എന്നാണ് പറയണത്. ഇവിടെ ദ്രൗപദി महारानी कैंप। ദ്രൗപദി മഹാറാണിയുടെ ക്യാമ്പ് ഇവിടെ ഉണ്ടായിരുന്നാ പറഞ്ഞത്. तो कैंप क्या होता था? कैंप वहाँ होता था जहाँ पर खाने पीने की सुविधा हो, जैसे कुआं था यहाँ, उसके पास द्रौपदी के जो कैंप था उसके पास ही कुआं था, तो कुएं में से वो पानी पीते थे, नहाते थे जो भी। तो अभी यहाँ पर भीम जो है वो दुशासन को मार के उनकी छाती को फाड़ के उनकी छाती से लहू लेके भीम आते हैं यहाँ पर द्रौपदी के पास। क्यों? क्योंकि द्रौपदी ने प्रतिज्ञा ले रखी थी कि जब तक मैं अपने बालों को नहीं धोऊंगी जब तक वो दुशासन के लहू को जो अपने बालों पे ना लगा लूं। ഇവിടെ അതിൻ്റെ പിന്നിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നാണ് അവരൊക്കെ അവിടെ ക്യാമ്പിൽ വരുന്നവരൊക്കെ ജലം കുടിച്ചിരുന്നതും കുളിച്ചിരുന്നതും ഒക്കെ. ഭീമൻ ദുശാസനനെ വധിച്ചതിന് ശേഷം ആ ഇതുകൊണ്ട് ആ ചോര എടുത്തിട്ട് ദ്രൗപദിയുടെ അടുത്തേക്ക് വന്ന് ദ്വയ ഓയി കൂമേ ദ്വയ ദ്രൗപദിയുടെ മുടിയിൽ ഇത് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടില്ല, ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അത്. അപ്പോൾ ആ സ്ഥലവും കൂടിയാണ് ഇതെന്ന്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. तो ये संक्षिप्त परिचय था यहाँ का इस स्थान का, ब्रह्म सरोवर का। और साथ में ही हमारे भक्ति सिद्धांत सरस्वती महाराज बोलते हैं कि ये ब्रह्म सरोवर जो है वो ब्रह्म कुंड नहीं लक्ष्मी कुंड है, अर्थात राधा कुंड है। ഈ ബ്രഹ്മസരോവറിനെ കുറിച്ചിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നത് ഇത് ബ്രഹ്മകുണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ രാധാകുണ്ട് തന്നെ, ലക്ഷ്മി കുണ്ട് അഥവാ രാധാകുണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രാധാകുണ്ടിൽ അവിടെ നമുക്ക് കുളിക്കാൻ പറ്റിയില്ല, അവിടെ വൃന്ദാവനത്തിൽ, പക്ഷെ ഇവിടെ നമ്മൾക്ക് രാധാകുണ്ടിൽ കുളിക്കാൻ പറ്റി. ऐसा क्यों बोलते हैं वो? क्योंकि जब भगवान कृष्ण वृंदावन से यहाँ आए थे कुरुक्षेत्र में, तो वो यहाँ अपने आके अपना सब युद्ध का देख रहे थे, युद्ध का युद्ध की क्रियाएं देख रहे थे। तो वहाँ से सारे गोपियाँ, नंद बाबा, यशोदा माता, बलराम जी, राधा रानी, ये सब लोग कृष्ण को ढूंढते हुए कृष्ण के विप्र भाव में, विप्रलंब भाव में, मतलब उनके सेपरेशन के भाव में कि भगवान कहाँ है, क्यों नहीं दिखाई दे रहे हमें, वृंदावन में कहाँ है, ये ढूंढते ढूंढते यहाँ पर आए। और यहाँ पर आके उन्होंने क्या देखा? ഇതിനെ എന്തുകൊണ്ട് ഇതിനെ അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, രാധാകുണ്ടെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ഇവിടെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന സമയത്ത് ബലരാമനും യശോദാമ്മയും നന്ദഗോപരും ഗോപികമാരും എല്ലാവരും ഭഗവാൻ അന്വേഷിച്ച് ഇവിടെ വരികയുണ്ടായി. तो उन्होंने देखा कि एक बहुत सुंदर राजा सामने रथ से आ रहा है, बहुत सुंदर सुंदर, उसने पूरा श्रृंगार किया हुआ है, बहुत सुंदर सोने के वस्त्र डाले हुए हैं। लेकिन जैसे जैसे वो पास आया तो लोग बोलने लगे कृष्ण आ गए, कृष्ण आ गए। तो लोगों ने कहा कि नहीं, जो ब्रजवासी थे, वृंदावनवासी थे, उन्होंने कहा कि नहीं, ये कृष्ण नहीं है, हमारे कृष्ण तो कैसे हैं, यहाँ पर मोरपंख लगाते हैं, यहाँ पर फेंटा बांधते हैं, मुरली लगाते हैं, और ठुमक ठुमक के चलते हैं। ये तो राजा इतना सीरियस होके इसमें रथ में आ रहा है, ये कृष्ण नहीं हो सकते, ये कृष्ण नहीं है। അപ്പോൾ അവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു രാജാവ് വലിയൊരു രഥത്തിൽ നല്ല സർവാഭരണ വിഭൂഷിതനായിട്ട്
ഇങ്ങോട്ട് വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ ആള് അവിടെ കൂടിയുന്നവരൊക്കെ പറഞ്ഞു ദാ രാജാവ് വരുന്നു, രാജാവ് വരുന്നു, രാജാവ് വരുന്നു, കൃഷ്ണൻ വരുന്നു എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞപ്പോൾ വ്രജവാസികളായിട്ടുള്ള ഇവരെല്ലാവരും പറഞ്ഞു കൃഷ്ണനല്ല, ഇത് കൃഷ്ണനല്ല. കാരണം നമ്മുടെ കൃഷ്ണനാണെന്നുണ്ടെങ്കിൽ അരയിൽ ഇങ്ങനെ ഒരു അരപ്പട്ടി കെട്ടിയിട്ടുണ്ടാവും, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഓടക്കുഴൽ തിരിയിട്ടുണ്ടാവും, ഒരു മയിൽപ്പീലി ഉണ്ടാകേണ്ട, ഇങ്ങനെ ഗമയിലൊന്നും നമ്മുടെ കൃഷ്ണൻ നടക്കില്ല എന്ന് പറഞ്ഞു. तो जब वो लेकिन पास आए तब उन्होंने देखा है तो ये कृष्ण ही है, ये क्या हो गया इनको, इन्होंने पूरा सोने का ऐसा क्यों मुकुट पहन रखा है, ऐसा क्यों कर रखा है, उन्होंने ऐसा श्रृंगार क्यों कर रखा है. तो उन्होंने क्या किया, उनके ही घोड़ों को उन्हीं के रथ से खोल दिया और वो देख रहे हैं आप रस्सियाँ टंगी हुई हैं, वो जो बरगद के नीचे जो लगी हुई है वो रस्सियाँ बांधी उनके दोनों तरफ और रथ को खींचने लगे. किसकी तरफ, वृंदावन की तरफ. तो ये जो पहली भगवान जगन्नाथ रथ यात्रा है वो इसी जगह से शुरू हुई. ഹരി ഹരി. അപ്പോൾ അവര് അടുത്ത് വന്നപ്പോൾ, രഥം അടുത്ത് വന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണല്ലോ, എന്താ ഇദ്ദേഹത്തിന് ഇങ്ങനെ പറ്റിയത്, കൃഷ്ണൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ രഥത്തിൽ നിന്ന് കുതിരകളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് അവർ ആ ആൽമരത്തിൻ്റെ വള്ളിയില്ലേ, ആൽമരത്തിൻ്റെ വള്ളി എടുത്ത് ഈ രഥത്തിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ട് അവർ വലിക്കാൻ തുടങ്ങി എങ്ങോട്ട്, വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് രഥയാത്ര സ്റ്റാർട്ട് ചെയ്തത് എവിടുന്നാ, ഇവിടെ നിന്നാണ്. പുരി ജഗന്നാഥ് യാത്രയാണ് നമ്മളെല്ലാവരും രഥയാത്രയായിട്ട് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതും കണ്ടു ശീലിച്ചിട്ടുള്ളതും. പക്ഷേ യഥാർത്ഥത്തിലുള്ള രഥയാത്ര സ്റ്റാർട്ട് ചെയ്തത് ഇതേ സ്ഥലത്ത് നിന്നാണെന്ന്. तो इसके बाद, इस स्थान के बाद हम जाएंगे राधा कृष्ण मिलन स्थान, जहाँ पर राधा रानी और कृष्ण पहली बार इसमें कुरुक्षेत्र धाम में जिस जगह पर मिले थे वहाँ पर दर्शन करेंगे. उनकी वहाँ पर भक्ति सिद्धांत सरस्वती महाराज ने वहाँ पर जो डीटीज हैं वो इंस्टॉल की हुई हैं, उनकी सेवा भी की हुई है. उसके बाद हम म्यूजियम जाएंगे. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഗൗഡിയ മഠിലേക്ക് നമ്മൾക്ക് പോകുന്നുണ്ട്. അവിടെ ആണ് രാധാറാണിയും ഭഗവാനും വൃന്ദാവനത്തിൽ നിന്ന് വന്നിട്ട് രാധാറാണിയും ഭഗവാനും തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് അവിടെ രാധാകൃഷ്ണന്മാരുടെ ഡേറ്റീസിൻ്റെ അവിടെ. അതിന് ദർശനം എടുത്തിട്ട് നമ്മൾക്ക് ഇവിടുന്ന് നമ്മൾ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ആ അമ്പലം, ആ ഗൗഡിയ മഠം ഉള്ളത്. അവിടെ നിന്ന് ദർശനം എടുത്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ മ്യൂസിയത്തിലേക്ക് എത്തും നമ്മൾ. മ്യൂസിയം ആണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ദർശനം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും എന്താ വെച്ചാൽ ലൈവായിട്ട് കുരുക്ഷേത്ര യുദ്ധം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഈ പറഞ്ഞ സ്ഥലം. ഈ